മുനമ്പം ഭൂമി പ്രശ്നത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ തള്ളി മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി. മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ലെന്ന് പ്രതിപക്ഷ നേതാവിന്റെ അഭിപ്രായം മുസ്ലിം ലീഗിനില്ലെന്ന് കെ എം ഷാജി പറഞ്ഞു. മുനമ്പം വിഷയം വലിയ ഒരു പ്രശ്നമാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിസ്സാരമായ ഒരു കാര്യമല്ല. അതിൽ വലിയ കോൺട്രവേഴ്സികൾക്ക് സാധ്യതയുണ്ട്. ഇവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു, അത് വഖഫ് ഭൂമിയല്ല. മുസ്ലിം ലീഗിന് അഭിപ്രായമില്ല, അത് വഖഫ് ഭൂമിയല്ലെന്ന് പറയാനും പറ്റില്ല. ഫാറൂഖ് കോളേജിന്റെ അധികൃതർ പറയുന്നത് അത് വഖഫ് ഭൂമിയല്ലെന്നാണ്. അത് പറയാൻ അവർക്ക് എന്താ അവകാശമുള്ളത്? ഈ മുനമ്പം വിഷയത്തിലെ യഥാർത്ഥ പ്രതികൾ ആരാണ്? വഖഫ് ചെയ്യപ്പെട്ട ഭൂമി ആരാണ് അവർക്ക് വിട്ടുകൊടുത്തത്? ആരാണ് അതിന് രേഖയുണ്ടാക്കിയത്? സമീർ ബിൻ കരീം വിവരങ്ങളുമായി. സമീർ, ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് ആവർത്തിച്ചിട്ടുണ്ട് പല ഘട്ടങ്ങളിലും വഖഫ് ഭൂമിയല്ല മുനമ്പത്തേത് എന്ന്. എന്താണ് കെ എം ഷാജി പറഞ്ഞത്? അനുജ, ഈ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് UDF-ൽ ഭിന്നാഭിപ്രായമുണ്ട് എന്നുള്ളതാണ് ഈ കെ എം ഷാജിയുടെ പ്രതികരണം വ്യക്തമാക്കുന്നത്. കെ എം ഷാജി മലപ്പുറം പെരുവള്ളൂരിൽ ലീഗ് പരിപാടിയിൽ സംസാരിച്ചപ്പോഴാണ് വ്യത്യസ്തമായ അഭിപ്രായം പങ്കുവച്ചത്. അദ്ദേഹം പറയുന്നത് മുനമ്പം വിഷയത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ അഭിപ്രായമല്ല മുസ്ലിം ലീഗിന് എന്നാണ് കെ എം ഷാജി പറയുന്നത്. മുനമ്പത്തെ ഭൂമി വഖഫിന്റേത് തന്നെയാണ്. മുനമ്പത്തെ ഭൂമി വഖഫിന്റേത് അല്ലെന്ന് പറയാൻ ആർക്കും തന്നെ കഴിയില്ല എന്നുള്ളതാണ് കെ എം ഷാജി വ്യക്തമാക്കുന്നത്. വഖഫ് ഭൂമി ആരാണ് മറ്റുള്ളവർക്ക് വിട്ടു നൽകിയതെന്ന് കണ്ടെത്തണമെന്നും കെ എം ഷാജി ആവശ്യപ്പെടുന്നു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞിരുന്നത് മുനമ്പത്തേത് കേവലം ഭൂമി പ്രശ്നമാണെന്നും അത് വഖഫിന്റെ ഭൂമി അല്ല എന്നുള്ളതുമായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കെ എം ഷാജി നിലപാട് വ്യക്തമാക്കുന്നത്. മുനമ്പം ഭൂമി പ്രശ്നത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ നിലപാടല്ല ലീഗിന് എന്നതാണ് കെ എം ഷാജി വ്യക്തമാക്കിയത്. മുനമ്പത്തേത് വഖഫ് ഭൂമി തന്നെ എന്നതാണ് അദ്ദേഹത്തിന്റെ നിലപാട്.